മിശിഹായിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഈ ഞായറാഴ്ച നമുക്ക് സഭാമാതാവ് വിചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്നത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയെയാണ് നമുക്ക് സുവിശേഷത്തിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കുക. ആ സുവിശേഷത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയെയാണ് കാണുന്നത്. തന്നെ പ്രസിദ്ധപ്പെടുത്തരുതെന്ന് ഈശോ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രസിദ്ധി പരന്ന ഒരു സംഭവമായി അത് മാറിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഈശോയ്ക്ക് പരസ്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെ അവൻ വിജന സ്ഥലത്തേക്ക് മാറിപ്പോവുകയായിരുന്നു. പിന്നീട് കഫർനാമിലേക്ക് തിരിച്ചെത്തി ഈശോയുടെ തിരിച്ചുവരവ് അറിഞ്ഞ ജനക്കൂട്ടം വീണ്ടും അവനെ തേടി അവനായിരുന്ന സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിന്റെ ഇടയിലിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന ഏതാനും വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് ഈശോയുടെ അടുത്തേക്ക് എത്താൻ ജനക്കൂട്ട നിമിത്തം സാധിക്കാതെ വരുന്നു. ഈശോയുടെ അടുത്തേക്ക് എത്താൻ അവർ കണ്ട ഒരു മാർഗം ആ വീടിന്റെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് ഈശോയുടെ അടുത്തേക്ക് ആ കട്ടിലോടുകൂടി ആ തളർവാദ രോഗിയെ ഇറക്കുക എന്നതാണ് അവർ കണ്ടെത്തിയ മാർഗം. അങ്ങനെ ആ തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കട്ടിലൂടെ ഇറക്കുമ്പോൾ ഈശോ പറയുന്നത്, അല്ലെങ്കിൽ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ വിശ്വാസം കണ്ട് ഈശോ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ വിശ്വാസം കണ്ട്. എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസം കാണാനായിട്ട് സാധിക്കുക? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എങ്കിലും വചനം പറഞ്ഞു വയ്ക്കുന്നു, അവരുടെ വിശ്വാസം കണ്ട്. എങ്ങനെ ഒരാളുടെ വിശ്വാസം കാണാനായിട്ട് നമുക്ക് സാധിക്കും? പ്രവൃത്തികൾ വഴിയാണ് ഒരാളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് തിരുവചനം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തെ ജീവിക്കാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിശ്വാസത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണോ നമ്മൾ ഓരോരുത്തരും? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൽ ഒരു വലിയ റിസ്ക് ആണ് അവർ എടുത്തത്. ആ വീടിന്റെ മുകളിൽ കയറുന്നു, മേൽക്കൂര പൊളിക്കുന്നു, അങ്ങനെ ആ വ്യക്തിയെ കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ നമുക്ക് തയ്യാറുണ്ടോ? നമ്മൾ തയ്യാറാണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച ഒരുപാട് വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈശോയുടെ അടുത്തെത്താൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുത്ത വ്യക്തികളെ തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തില് അബ്രാഹം, വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രാഹത്തെ നമുക്ക് കാണാം. വിശ്വാസത്തെ പ്രതി സ്വന്തം പുത്രനെ പോലും ബലി കഴിക്കാനായിട്ട് തയ്യാറായ അബ്രാഹം. അതുപോലെ ഈശോയെ കാണാൻ വേണ്ടി ഓടി സിക്കമൂർ മരത്തിൽ കയറിയ സക്കേവൂസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കുത്തുവാക്കുകൾ പറഞ്ഞെങ്കിലും തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച സീറോ ഫിനീഷ്യൻ സ്ത്രീയെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? നമ്മുടെ വിശ്വാസം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്? പണ്ടത്തെ കാലത്തെ മാതാപിതാക്കന്മാർ പറയും, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം. മറ്റു പലതിനും വേണ്ടി വിശ്വാസം കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും വിശ്വാസമാണ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞായറാഴ്ചയിലെ വേദപാഠം ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് കല്യാണത്തിനോ പെരുന്നാളിനോ ഒക്കെ പോയാൽ മതി എന്ന് പറയുന്ന എൻ്റെ പാപ്പനും അമ്മാമ്മയും. എന്നാൽ ഇന്നത്തെ കുട്ടികളുടെ ചിന്ത എങ്ങനെയാണ്? പലപ്പോഴും അവർ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നത് പലപ്പോഴും വിശുദ്ധ കുർബാനയും വേദപാഠ ക്ലാസ്സുകളും ഒക്കെയാണ്. നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ, നമ്മുടെ വിശ്വാസം ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ഞായറാഴ്ച നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.